ശകാരത്തെ സമ്മാനമായി കണ്ടാലോ? അതെ, അങ്ങനെയും കാണാമത്രേ. ഒരു ദിവസം വളരെ ദേഷ്യക്കാരനായ ഒരാൾ ബുദ്ധനെ കാണാൻ വന്നു. ആഗതൻ ബുദ്ധനെ കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് ശകാരിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ബുദ്ധൻ ശാന്തനായി എല്ലാം കേട്ടിരുന്നു. ശകാരം പൂർത്തിയാക്കിയ ശേഷം അയാൾ മടങ്ങിപ്പോകാൻ ഒരുങ്ങുമ്പോൾ ബുദ്ധൻ ശാന്തമായി ചോദിച്ചു, നിങ്ങൾ ഒരു സമ്മാനം മറ്റൊരാൾക്ക് നൽകാൻ കൊണ്ടുപോവുകയും എന്നാൽ അത് സ്വീകരിക്കാൻ അയാൾ വിസമ്മതിക്കുകയും ചെയ്താൽ ആ സമ്മാനം ആരുടേതായിരിക്കും? അയാൾ പറഞ്ഞു, സമ്മാനം കൊണ്ടുവന്ന എൻ്റേത് തന്നെയായിരിക്കും. ബുദ്ധൻ, ശരി, നിങ്ങൾ ഇപ്പോൾ എന്നോട് വളരെ മോശമായ വാക്കുകൾ സംസാരിച്ചു, സമ്മാനം തന്നു, എന്നാൽ ഞാൻ ആ സമ്മാനം സ്വീകരിക്കാൻ തയ്യാറല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ തന്ന ഈ ശകാരവും ദേഷ്യവും ആരുടേതായിരിക്കും? ഇത് കേട്ടപ്പോൾ ആഗതൻ ലജ്ജിതനായി. താൻ ചെയ്ത തെറ്റ് അയാൾക്ക് ബോധ്യമായി. ദേഷ്യം, ശകാരം, നെഗറ്റീവ് ചിന്തകൾ എന്നിവ ഒരാൾ നമുക്ക് നേരെ വലിച്ചെറിയുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കാനുള്ള നിയന്ത്രണം നമ്മൾക്ക് ആവശ്യമാണ്. നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ ആ നെഗറ്റീവ് വികാരങ്ങൾ പുറത്തുവിട്ട ആളിലേക്ക് തന്നെ തിരിച്ചു പോകും. പ്രതികരണം നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. അതെ, ദി യൂണിവേഴ്സ്.